കന്നഡ മഹാകവി കുവെമ്പുവിൻ്റെ ജന്മസ്ഥലം നമ്മൾ കണ്ടു, ജന്മഗൃഹം നമ്മൾ കണ്ടു. അതിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലവും. അതൊരു പാറപ്പുറത്ത്, പാറയുടെ മുകളിലായിട്ട് ആണ് ഒരു സമാധി. അവിടെ ലോണൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ, വലിയ വലിയ കരിങ്കല്ലുകൾ കൊണ്ടുള്ള ഒരു കോട്ട പോലെ തീർത്തിട്ടുണ്ട് ആ സമാധിക്ക് ചുറ്റും. ഇതൊരു കാണേണ്ട സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് കുവെമ്പു, മഹാകവി കുവെമ്പുവിൻ്റെ വീട്, സമാധി സ്ഥലം ഒക്കെ. തീർത്ഥഹള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഗഡിക്കൽ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് വരുമ്പോൾ തന്നെയാണ് ഈ സ്ഥലം, മഹാകവി കുവെമ്പുവിൻ്റെ ജന്മഗൃഹവും സമാധി സ്ഥലവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം. അപ്പോൾ നമ്മൾ സമാധി സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പ്രാർത്ഥിച്ചു. ആത്മാവിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 29/12/1904 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. 1904 ജനിച്ച് 1994 അദ്ദേഹം ഇവിടെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ കോട്ട മതിൽ മാതിരി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കല്ലുകൊണ്ട് ചുറ്റോട് ചുറ്റും ഒരു കോട്ട പോലെ തീർത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സാധാരണ ഇങ്ങനെ കാണാറില്ല. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമാധിയായിട്ടാണിത് പണിതിരിക്കുന്നത്. കവിശൈല്യ എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. കവിശൈല്യ ഇവിടെ ഇങ്ങനെ വലിയ വലിയ ഹ്യൂജ് പിന്നെ റോക്സ് പോലെ വലിയ കരിങ്കല്ലാണ്, ഒറ്റ കല്ലാണ്, ഓരോ കല്ല് കല്ലായിട്ട് ഇങ്ങനെ കൊത്തി വെച്ച്. (1956) ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള മഹാകവിയാണ് ശ്രീ കുവെമ്പു. കർണാടകയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമാധിയിൽ വന്നിട്ട് നമ്മൾക്കൊരല്പം സമയം മൗനം ആചരിച്ച ശേഷം നമുക്കിനി നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം. അപ്പോൾ ഇതൊരു വളരെ സഹായനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി നിൽക്കുന്ന ഒരു സ്ഥലം. വ്യത്യസ്തമായ രീതിയിലാണ് ഈ സമാധി പണിതിരിക്കുന്നത്.